ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം റാഗി കൊണ്ടുള്ള ഒരു പുട്ടാണ്. നല്ല സ്വാദിഷ്ടമായ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നതായ പുട്ടാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 1/2 കിലോ റാഗി പൊടിയാണ്. റാഗി പൊടി കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് നമ്മൾ മേടിച്ച് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഏകദേശം 1.5 കപ്പ് വെള്ളം മതിയാവും. അത് മാവിൻ്റെ അതുപോലെ ഇരിക്കും. മാവ് കുഴഞ്ഞു വരുന്നതിൻ്റെ പരുവം പോലെ ഇരിക്കും. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസി പിടികിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം കുഴച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്ന ഗ്ലാസ് എടുക്കുക. ഞാനിവിടെ ഗ്ലാസ്സിലാണ് പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ നിറച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചികരമായി ഉണ്ടാക്കാൻ കഴിയും. അതങ്ങോട്ട് ഇഡ്ഡലി തട്ടിൽ നമുക്ക് സ്റ്റീം ചെയ്യാൻ വയ്ക്കും. ഇതേപോലെ ഉണ്ടാക്കി നമ്മളെല്ലാം നിരത്തി വെച്ച ശേഷം നമ്മൾ നല്ലവണ്ണം സ്റ്റീം ചെയ്യും. അടച്ചു വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്ത് പുട്ട് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ആവിയുണ്ട്, ആവി ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആവി ഒന്ന് മാറിയതിന് ശേഷം നല്ല വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ വരാതെ നോക്കാം. പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനമാണ്. തേങ്ങയും കൂടെയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പം ഈ പുട്ട് നമുക്ക് വേണമെങ്കിൽ കടലക്കറി ഉപയോഗിച്ച് കടലക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴം ചേർത്ത് വേണമെങ്കിലും ഇത് കഴിക്കാം. അല്ലാതെ തന്നെ വെറുതെ ഒന്നുമില്ലാതെയും വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും